PM നരേന്ദ്രമോദി സിനിമയ്ക്കെതിരായ കേസ് സുപ്രീം കോടതി അടിയന്തരമായി പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമല്ല ചിത്രത്തിന്റെ റിലീസെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. PM നരേന്ദ്രമോദി സിനിമയ്ക്കെതിരെയുള്ള കേസ് അടിയന്തരമായി കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചതോടെ ഇനി എന്ത് എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥ പറയുന്ന സിനിമയുടെ റിലീസ് വീണ്ടും മാറ്റിയിരുന്നു. ഈ മാസം 12-ന് വിവേക് ഒബ്റോയ് ചിത്രം PM നരേന്ദ്രമോദി റിലീസ് ചെയ്യുമെന്നാണ് അണിയറ പ്രവർത്തകർ നേരത്തെ അറിയിച്ചിരുന്നത്. വെള്ളിയാഴ്ച ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുൻപ് ചിത്രം റിലീസ് ചെയ്യുന്നതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. വെള്ളിയാഴ്ചത്തെ റിലീസ് തീയതി മാറ്റി ആദ്യഘട്ട വോട്ടെടുപ്പിന് തൊട്ടടുത്ത ദിവസത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ 11-ന് ആരംഭിക്കും. ചിത്രം റിലീസ് ചെയ്യുന്നതിൽ എതിർപ്പില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോംബെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ചിത്രത്തിന്റെ റിലീസിനെതിരെ ഫയൽ ചെയ്ത ഹർജിയിൽ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം തേടിയപ്പോഴാണ് ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമല്ല ചിത്രത്തിന്റെ റിലീസെന്ന് കമ്മീഷൻ കോടതിയെ അറിയിച്ചിരുന്നു. ഒരു സിനിമയുടെ റിലീസ് തീയതി സംബന്ധിച്ച് തങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നാണ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചത്. സിനിമയുടെ റിലീസ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ബോംബെ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. PM നരേന്ദ്രമോദി ജനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും റിലീസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നീട്ടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പൊതുതാൽപര്യ ഹർജി നൽകിയിരുന്നത്. ചിത്രത്തിൽ യുദ്ധത്തെയും ആക്രമണങ്ങളെയും പ്രകീർത്തിച്ചുകൊണ്ടുള്ള രംഗങ്ങളുണ്ടെന്നും ചിത്രം പ്രദർശനത്തിനെത്തുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഓമൻകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിവേക് ഒബ്റോയാണ് നരേന്ദ്രമോദിയുടെ വേഷത്തിലെത്തുന്നത്. അമിത്ഷായുടെ റോളിലെത്തുന്നത് മനോജ് ജോഷിയാണ്. ദർശൻ കുമാർ, ബൊമാൻ ഇറാനി, പ്രശാന്ത് നാരായണൻ, സെറീന വഹാബ്, ബർഖ ബിഷ്സൻ ഗുപ്ത, അഞ്ജൻ ശ്രീവാസ്തവ് തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ചിത്രം പുറത്തു വരുന്നതോടുകൂടി അത് വലിയൊരു സ്വാധീനമാകും, തരംഗമാകുമെന്നൊക്കെ ആക്ഷേപങ്ങൾ നിലനിൽക്കെ അതിനെ എങ്ങനെയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടാവുക? PM നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിന് മുൻപ് റിലീസിനെത്തുമോ? BJP പ്രവർത്തകർ കാത്തിരിക്കുന്നത് പോലെ സിനിമ വലിയ ആവേശമായി മാറുമോ? അതോ കോൺഗ്രസ് ഉന്നയിക്കുന്നത് പോലെ സിനിമ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? രാജ്യം ഉറ്റുനോക്കുകയാണ് PM നരേന്ദ്രമോദിക്കായി.